कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ കൂട്ടുകാരന് നൽകാനാണ് പുഷ്പം വാങ്ങുന്നത് എങ്കിലും അതിന്റെ പരിമളവും ഭംഗിയും ആദ്യം ആസ്വദിക്കുന്നത് നമ്മളാണ്. അതുപോലെ നിഷ്കാമ സേവനത്തിലൂടെ നമ്മുടെ മനസ്സാണ് വിശാലമാകുന്നത്. നമ്മളാണ് ആനന്ദം അനുഭവിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപേ അയലത്തുകാർക്ക് നല്ല ബുദ്ധിയും മനസ്സും നൽകുവാനായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അമ്മയുടെ വാക്കുകളിലൂടെ പരമമായ ആനന്ദം അറിയുവാനാകട്ടെ നമുക്ക്. 64 ജാതി സമുദായങ്ങൾ, അതിനോടൊപ്പം നിൽക്കുന്ന സ്ഥാനികർക്കും പ്രമാണിമാർക്കുമൊപ്പം സകലതിനും ചുക്കാൻ പിടിക്കാൻ പെരുമാളുടെ തന്നെ പ്രതിപുരുഷന്മാരെന്ന് വിശ്വസിക്കപ്പെടുന്ന ഊരാളന്മാർ, കൂടാതെ മഹാരാജാവ്, എല്ലാവരും ഒത്തുചേർന്നതായിരുന്നു പണ്ട് കാലത്തെ കൊട്ടിയൂർ ഉത്സവം. ഇപ്പോഴും അതങ്ങനെ തന്നെയുണ്ട്. എല്ലാ സ്ഥാനികരും എല്ലാ ഊരാളന്മാരും ഒത്തുചേർന്ന് മഹാ അടിയന്തര യോഗം കൂടിക്കഴിഞ്ഞിട്ടാണ് പിന്നീട് കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തന്നെ. കൊട്ടിയൂർ ദേശപ്പെരുമയിൽ ഊരാളന്മാരുടെ സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ മനസ്സിലാക്കിയാലേ പിന്നീട് മണത്തണയുടെ പ്രാധാന്യവും അതുപോലെ കൊട്ടിയൂർ ദേശത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനാവുകയുള്ളൂ. അതിനായി ഇപ്പോൾ നാം ഉള്ളത് ഇവിടുത്തെ വളരെ പഴമയുള്ളൊരു തറവാടിന് മുന്നിലാണ്. ഈ തറവാടിലെ ഇപ്പോൾ കാണുന്ന ഈ മന്ദിരം തന്നെ ഒരു 150 വർഷം പഴക്കമുള്ളതാണ്. കൂടത്തിൽ തറവാട്. ഈ തറവാടിന് മുന്നിലിരുന്നു കൊണ്ട് നാം ഊരാളന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഊരാളം കുടുംബങ്ങളിൽ ഒന്നായ തിട്ടയിൽ കുടുംബത്തിലെ ഒരു അംഗമാണ് നമ്മോടൊപ്പം ഉള്ളത്. തിട്ടയിൽ കുടുംബത്തിലെ ശ്രീ വാസുദേവൻ നായർ, കണ്ണേട്ടൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ച് നമുക്ക് ഈ ഒരു പഴയ കാലത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാം. നമസ്കാരം. മണത്തണയുടെ ഒരു ചരിത്രം അത് പറയുമ്പോൾ ശരിക്കും മണത്തണയുടെ ചരിത്രവും കൊട്ടിയൂരിൻ്റെ ചരിത്രവും ഒന്ന് തന്നെയാണ്. അപ്പോൾ കൊട്ടിയൂരിൻ്റെ ദേശമഹിമകൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ മണത്തണയുടെ പ്രാമാണിത്വങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. അതിൽ തന്നെ ഈ ഊരാളന്മാരുടെ കാര്യം പറയുമ്പോൾ ഊരാളന്മാർ എല്ലാ കാലത്തും ഒരു പ്രമാണിഭാവത്തിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു ഉത്സവ നടത്തിപ്പിൻ്റെ കാര്യത്തിലായാലും ശരി, കൊട്ടിയൂരിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശരി, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സുഗമമായി നടന്നു പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ. എല്ലാ കാലത്തും ഇങ്ങനെ ആയിരുന്നില്ല. കൊട്ടിയൂരിൻ്റെ ചരിത്രം, മാത്തണയുടെ ചരിത്രം, അത് ഊടും പാവും പോലെ ഇഴപിരിയാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അത്രയും ക്ലോസ് നിറ്റായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്.
കൊട്ടിയൂർ ഏത് കാലത്തുണ്ടായോ ആ കാലത്ത് തന്നെയാണ് മണത്തണയും ഉണ്ടായിട്ടുള്ളത്. കൊട്ടിയൂരിൻ്റെ ചരിത്രത്തിൽ പണ്ട് കേട്ടുകേൾവി പ്രകാരം അല്ലെങ്കിൽ ഐതിഹ്യപ്രകാരം കുറിച്യ യുവാവ് അമ്പണച്ചപ്പോൾ രക്തം ഒരു ശിലയിൽ നിന്ന് വന്നു എന്നും അത് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാകാത്ത അയാൾ അവിടെ ഉണ്ടായിരുന്ന പടിഞ്ഞാറ്റ നമ്പൂതിരിയുടെ ഇല്ലത്ത് വന്ന് പറയുകയും നാടിൻ്റെ അഥവാ ഊര് ആളുന്ന ഊരാളന്മാർ താമസിക്കുന്ന മണത്തണയിൽ വന്നിട്ട് ഈ സംഗതികൾ റിപ്പോർട്ട് ചെയ്യുകയും അവരെല്ലാം കൂടി മണത്തണയിലെ 4 വീട്ടിലെ കാരണവന്മാരും മറ്റ് ഭഗവതി ക്ഷേത്രത്തിലെ 2 കാരണവന്മാരും നാട്ടിൻ്റെ മൊത്തത്തിലുള്ള പടയാളികളായിട്ട് തന്നെ ജീവിക്കുന്ന 4 മറ്റ് തറവാട്ടിലെ ആൾക്കാരും 10 തറവാട്ട് കാരണവന്മാരും കൂടി കൊട്ടിയൂരിൽ പോയി പല ചടങ്ങുകളിൽ കൂടി നീര്, നെയ്യ്, ഇളനീര് ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ കൂടി ഭഗവാന്റെ ശിലയാണെന്ന് മനസ്സിലാക്കി അവിടെ അഭിഷേകം ചെയ്ത് ഇതിനൊരു നിയന്ത്രണം വരുത്തുകയും എല്ലാ വർഷവും കാലക്രമേണ ചെറുതായ തോതിൽ നിന്ന് വലിയ തോതിലേക്ക് പൂജാതി കർമ്മങ്ങൾ നടത്തി എടുക്കുകയും ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ പാരമ്പര്യ വിശ്വാസപ്രകാരം പഴയ രീതിയിലുള്ള പൂജാതി സംഗതികളാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിനുശേഷം കാലം പുരോഗമിച്ചപ്പോൾ ബ്രാഹ്മണന്മാർ കൂടുതലായി മലബാർ മേഖലയിലേക്ക് വരികയും കൊട്ടിയൂരിലത്തെ ഈ അഭൂതപൂർവമായ ശക്തിയെപ്പറ്റി മനസ്സിലാക്കി അവർ കുറച്ചും കൂടി സംസ്കരിച്ച പൂജാവിധികൾ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. ആ പൂജാവിധികളാണ് ഇന്നും അഭംഗുരം നിലനിന്ന് വരുന്നത്. പരശുരാമൻ മഴുവെറിഞ്ഞ് മലയാള നാട് ഉണ്ടാക്കിയ നാൾ തൊട്ട് കേരളമാകെ മുഴങ്ങുന്നതാണ് ആ വാക്ക്. ചങ്ങാതിമാരായ അളിയന്മാർ, അമളി പറ്റിയ അളിയന്മാർ, തമ്മിൽ തല്ലിയ അളിയന്മാർ, അളിയന്മാർ പലവിധം. ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. കഥയിലും സിനിമയിലും അയൽപക്കത്തും നിങ്ങൾ കണ്ട അളിയന്മാർ ഇവിടെ ഇല്ലേ ഇല്ല. ഈ അളിയന്മാർ അമൃത ടിവിയിൽ മാത്രം. ഫെബ്രുവരി 17 മുതൽ വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് തുറന്ന പൊട്ടിച്ചിരിക്കായി കാത്തിരിക്കും. എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. ഒരു യുവാവ് വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അയാൾ എയർപോർട്ടിലേക്കാണ് പോണത്. വാഹനം ഓടിക്കുന്ന യുവാവ് വിദേശത്തേക്ക് പോകും. സുഹൃത്ത് കൂടെ വന്നതാണ്. മടക്ക ഈ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് സുഹൃത്ത് പോരുകയും ചെയ്യും. ഇവരുടെ ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതയാത്ര കൂടി ആണ്. ധന്യമീ പറയുന്നത് എന്തും നമ്മുടെ കൂടി കഥയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ സംഭാഷണം മുഴുവൻ താൻ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ചാണ്. സുഹൃത്തിനോട് വിവരിക്കുകയാണ്. അപ്പം ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ
സ്വാഭാവികമായിട്ടും ഡ്രൈവ് ചെയ്യുന്നവരുടെ മുമ്പിൽ അവരറിയാതൊരു ചിന്ത വരാറുണ്ട്, മുമ്പിലൊരു വാഹനം പോവുമല്ലോ, ആ വാഹനം ഒന്ന് ഓവർടേക്ക് ചെയ്താലേ സമാധാനം ഉള്ളൂ. ഞാൻ വേറെ ആളുടെ വണ്ടിയിൽ വരുമ്പോഴും ഡ്രൈവറുടെ അപ്പുറത്തെ സീറ്റിലാണ് ഇരിക്കണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സ് പറയും, ഈ മുമ്പിൽ ഓടണ ലോറി കുറേ നേരമായാലും ഇത് കൺമുന്നിൽ വെക്കണം, ഇതിനെങ്കിലും ഈ ഡ്രൈവർ ഓവർടേക്ക് ചെയ്താൽ പിന്നെ ഈ ലോറി കാണണ്ടല്ലോ. പക്ഷേ മിക്കവാറും ഡ്രൈവർമാരൊന്ന് ഓവർടേക്ക് ചെയ്യും, സമാധാനം. പിന്നെ ഒരേ വണ്ടി കുറേ നേരം മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഈ ചെറുപ്പക്കാരൻ ഓരോ വണ്ടിയായിട്ട് ഓവർടേക്ക് ചെയ്തുകൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിവരിച്ചു. ഇന്ന കാര്യങ്ങളിൽ താൻ മിടുക്കനാണ്, കൃത്യനിഷ്ഠ, എണീക്കുന്ന കാര്യത്തിൽ തൻ്റെ വർക്ക് എത്രമാത്രം ഭംഗിയാക്കണം, ഇതിനെക്കുറിച്ചുള്ള ചിന്ത ഇയാൾക്ക് ഉള്ളൂ. അങ്ങനെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ വർത്തമാനം മാറി. ഇന്നിപ്പോൾ ഫ്ലൈറ്റിൽ അവിടെ ചെല്ലുമല്ലോ, അവിടെ എത്തിയാൽ ഇനി വരാനിരിക്കുന്ന കാലത്ത് താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചായി ചർച്ച. ഇനി എൻ്റെ പരിപാടി ഇതിങ്ങനെ വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുൻപിലൊരു വണ്ടിയുണ്ട്. ആ വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്താലേ സമാധാനമുള്ളൂ. എല്ലാവർക്കും തോന്നുന്ന കാര്യം. വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ആ വണ്ടി ഇതേമാതിരി സ്പീഡിൽ, ഇതിനേക്കാൾ സ്പീഡ് പോയിട്ട് വേറെ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് പോവുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്കൊരു തോന്നൽ വന്നു, ഇതിനൊന്ന് ഓവർടേക്ക് ചെയ്യണമല്ലോ എന്ന്. ഇതൊക്കെ നമ്മളിൽ സ്വാഭാവികമാണ്. ഇത് സകല സ്ഥലത്തും ഉള്ളതാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാങ്കാവിലേക്ക് വരുമ്പോൾ 6 ബസ് നിർത്താതെ പോകും. കാലിയാണ്. എന്തായി നിർത്താതെ പോകണമെന്ന് വെച്ചാൽ അവരുടെ ഇപ്പം ലക്ഷ്യം ഓവർടേക്ക് ചെയ്യലാണ്. വേറൊന്നിനെ ഓവർടേക്ക് ചെയ്യൽ ലക്ഷ്യമായപ്പോൾ ആളെ കയറ്റേണ്ട കാര്യം മറന്നു. എന്താണ് ബസ് ഓടിക്കുന്നത്? എന്തിനാ? യാത്രക്കാർക്ക് കയറാനാണല്ലോ. ഈ യാത്രക്കാരെ കയറ്റുക എന്നുള്ള കാര്യം അങ്ങോട്ട് മറന്നു. 40 പേര് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ്. ആ 40 പേര് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ ആദ്യത്തെ ബസ് അവിടെ നിർത്തി ആളെ കയറ്റിയാൽ മറ്റേ ബസ് ഓവർടേക്ക് ചെയ്യും. നമുക്കിപ്പോൾ ലക്ഷ്യം ആളെ കയറ്റലല്ലോ, വേറൊന്നിനെ ഓവർടേക്ക് ചെയ്യലാണ് ലക്ഷ്യം. ധർമ്മം മറന്നു. ഈ ഡ്രൈവ് ചെയ്യുന്ന ചെറുപ്പക്കാരൻ എന്നാൽ ഇതിനെ ഓവർടേക്ക് ചെയ്ത് തന്നെ വേറെ കാര്യം എന്ന് വിചാരിച്ച് പിറകെ പോയി. കിലോമീറ്ററുകൾ കഴിഞ്ഞു. അങ്ങനെ അതിനെ ഓവർടേക്ക് ചെയ്തു. സംഭാഷണം അവസാനിച്ചു. ഓവർടേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, എയർപോർട്ട് കഴിഞ്ഞിട്ട് എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. ഫ്ലൈറ്റ് പോകേണ്ട സമയമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല, എയർപോർട്ട് കഴിഞ്ഞു. ഈ വർത്തമാനം പറഞ്ഞതൊക്കെ വെറുതെ ആയി. ഇന്നത്തെ ഈ ഫ്ലൈറ്റിൽ ഞാൻ അവിടെ എത്തിയിട്ട് എന്തൊക്കെ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞുവോ അതൊന്നും ഇനി നടക്കില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ലക്ഷ്യം മാറിപ്പോകും. പരമാവധി ആളെ കയറ്റി ബസ് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് വേറൊന്നിനെ ഓവർടേക്ക് ചെയ്ത് മത്സരിച്ച് ഓടേണ്ടി വരുന്നത്. ക്രമേണ വാഹനം ഓടിക്കുന്നവരൊക്കെ ആദ്യത്തെ കാര്യം മറന്നു.
ആദ്യത്തെ കാര്യം മറന്നിട്ട് മത്സര ഓട്ടം മാത്രം യാത്രക്കാർക്ക് കയറാൻ പറ്റുന്നില്ല. ഈ ചെറുപ്പക്കാരെ ഇനിയിപ്പോൾ എയർപോർട്ടിലേക്ക് രണ്ടാമത് വണ്ടി തിരികെ ഓടിക്കണം. ഈ അബദ്ധം അനവധി രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടാവാം. ചില ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് രാഷ്ട്രീയ കക്ഷികളുണ്ടാവുക. ക്രമേണ ചില സംഘർഷം ഉണ്ടായി. അവസാനം ലക്ഷ്യം എന്നുള്ളത് വിസ്മരിച്ചു. ആദ്യത്തെ സുപ്രധാനമായുള്ള കാര്യം വിസ്മരിക്കുകയും ബാക്കി കാര്യങ്ങളിലേക്ക് ജീവിതം മാറുന്നു. വലിയ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിച്ച പല വ്യക്തികളും പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം തങ്ങി നിൽക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു. പല വലിയ സങ്കല്പങ്ങളായിട്ട് നടന്ന പല ആളുകളും കോടതി വരാന്തയിൽ നിൽക്കുന്നു. കോടതി വരാന്തയിൽ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ലക്ഷ്യം ആദ്യമില്ലാത്ത കാര്യമാണ് എക്സ് എന്ന വ്യക്തിയെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന അപ്പോഴത്തെ ലക്ഷ്യം. ആദ്യത്തെ കാര്യമൊക്കെ വിട്ടു. ആദ്യം ഏത് കാര്യത്തിന് വേണ്ടി ജീവിതം തുടങ്ങി വെച്ചുവോ ആ കാര്യം വിട്ടു. നമ്മൾ ചുറ്റും കാണുന്ന പലവരും ഒരു ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു. ലക്ഷ്യം വെച്ച് പുറപ്പെട്ടിട്ട് ഒടുവിൽ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കാര്യം വരുന്നതിനിടയ്ക്ക് ചില അനാവശ്യ മത്സരങ്ങൾ വന്നു. ഇത്തരം മത്സരങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ച് ധന്യമേ ദിനം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. മണത്തണയിലാണ് കൊട്ടിയൂർ പെരുമാളിൻ്റെ ആടയാഭരണങ്ങളും ഭണ്ഡാരങ്ങളും സ്വർണ്ണ വെള്ളി പാത്രങ്ങളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഹെഡ് ഓഫീസ് എന്ന് പറയാവുന്ന മണത്തണ ഗോപുരം. എല്ലാ വർഷവും നെയ്യാട്ടം കഴിഞ്ഞ് ഭണ്ഡാര എഴുന്നള്ളത്തായെന്ന് എല്ലാവരും കൂടി ഒരു വലിയ എന്താ പറയുക എഴുന്നള്ളത്തായി ഈ എല്ലാ സാധനങ്ങളും ഭഗവത് സന്നിധിയിലേക്ക് കൊണ്ടുപോവുകയും 28 ദിവസം അവിടെ പൂജാതി കർമ്മങ്ങളും യാഗാതി കർമ്മങ്ങളും നടത്തി വരികയും ചെയ്യുകയാണ്. എല്ലാ വർഷവും കഴിഞ്ഞ വർഷം അവസാനിച്ച സ്ഥലത്ത് നിന്നാണ് ഈ വർഷത്തെ പൂജാതി കർമ്മങ്ങൾ തുടങ്ങുന്നത്. അത് ഈ വർഷത്തെ കലശാട്ടായെന്ന് അവിടെ അബ്രപ്റ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. വീണ്ടും അതിൻ്റെ ബാക്കി പൂജ അടുത്ത വർഷമാണ് നടക്കുക. ഇന്നത്തെ നിലയിലെത്തുന്നതിൻ്റെ ഇടയിലുണ്ടായിരുന്ന പല നഷ്ടങ്ങൾക്കും മൂകസാക്ഷികളായിട്ടുള്ള ഈ മണത്തണയിലെ 4 തറവാട്ടിലെ കാരണവന്മാർ ഇതിൻ്റെ ഉടമസ്ഥന്മാർ തന്നെയാണ്. കാരണം കേട്ടുകേൾവി പോലും അവർക്ക് മുൻപേ ഊരാളന്മാരല്ലാത്ത വേറെ ആരെങ്കിലും കൊട്ടിയൂര് ഭരിച്ചിരുന്നതായി ഒരു കേട്ടുകേൾവിയുമില്ല. എന്നാൽ ഒരു
50 വർഷം മുൻപേ 1856 എൻ്റെ ഓർമ്മ, ഈ കൊട്ടിയൂർ ദേവസ്വം കടത്തിൽപ്പെട്ട് വരുമാനം കുറഞ്ഞ് കടത്തിൽ പെട്ടപ്പോൾ അന്നത്തെ ഊരാളന്മാർ എല്ലാവരും കൂടി പരിചിന്തനം ചെയ്ത് കൊട്ടിയൂർ ദേവസ്വം അതിലെ സ്ഥാവര ജംഗമ സ്വത്തുക്കളും വകകളും മുഴുവനായിട്ടും ചിറക്കൽ തമ്പുരാൻ്റെ കോവിലകത്തേക്ക് 2 ലക്ഷം ഉറുപ്പിക വിലയ്ക്ക് വിൽക്കുകയും കടങ്ങളൊക്കെ തീർക്കുകയും ചെയ്ത ഒരു സംഭവം. അതിൻ്റെ റെക്കോർഡ് നമ്മുടെ കയ്യിൽ തന്നെ ഇന്നുമുണ്ട്. അതിനുശേഷം ചിറക്കൽ തമ്പുരാൻ കോട്ടയത്തമ്പുരാന് ഈ വസ്തുവകകൾ ദാനമായിട്ട് നടത്താൻ കൊടുക്കുകയും കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ നടത്തിപ്പ് കോട്ടയത്തമ്പുരാൻ ഏറ്റെടുത്ത് നടന്നുകൊണ്ടിരിക്കെ കാലം പുരോഗമിക്കുമ്പോൾ കൂടുതൽ ജനങ്ങൾ അവിടെ വന്ന് തൊഴുന്ന ഒരവസ്ഥ വരികയും തൊഴുത് അവിടെ വരുമാനം കൂടുന്ന ഒരവസ്ഥയിൽ വന്നപ്പോൾ ചിറക്കൽ തമ്പുരാന് ഈ സ്വത്തുക്കൾ തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹം വരികയും അതിനുവേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ കോട്ടയത്തമ്പുരാൻ നിഷേധഭാവത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇത് ഒരു കേസായി പരിണമിച്ച് മദ്രാസ് ഹൈക്കോർട്ടിലും അവിടെ നിന്ന് പ്രിവി കൗൺസിലിലും പോയപ്പോൾ പ്രിവി കൗൺസിലിൽ നിന്ന് ഒരു തീരുമാനമെടുത്തു. ദൈവത്തിൻ്റെ മുതലായത് കാരണം ദൈവത്തിൻ്റെ മുതലിന് ഒരിക്കലും വിൽപ്പന അവകാശം ആർക്കുമില്ല, വാങ്ങാനുള്ള അവകാശം ആർക്കുമില്ല, അതൊരു മൈനർ സ്വത്താണ് എന്ന് കണ്ടെത്തി കൊട്ടിയൂർ ദേവസ്വത്തിലെ ഊരാളന്മാർക്ക് തന്നെ ഇതിൻ്റെ ഉടമസ്ഥാവകാശം തിരിച്ചു കൊടുക്കാൻ വിധിയാവുകയും ചെയ്തു. ഈ ഒരു ഇടയ്ക്കൊരു പ്രകൃതിക്ഷോഭം വന്നിട്ട് അത് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു 120 വർഷം മുൻപേ കൊട്ടിയൂർ മേഖലയിൽ കനത്ത മഴ പെയ്തപ്പോൾ അതിൽ വലിയൊരു മലയുടെ ഭാഗം ഉരുളുപൊട്ടൽ, വലിയ തോതിലുള്ള മല തന്നെ പൊട്ടി മറിഞ്ഞ് താഴെ വീഴുകയും അതൊരു കർക്കിടക മാസത്തിൽ മിഥുന മാസത്തിലാണ് അന്ന് ഇത് മൊത്തം മൂടപ്പെടുകയും ചെയ്തു. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം മൂടപ്പെട്ടപ്പോൾ വിവരമറിഞ്ഞ ഊരാളന്മാരും മണത്തണയിലെ മറ്റ് ആൾക്കാരും കൂടി അവിടെ ചെല്ലുകയും ജ്യോതിഷ വിധിപ്രകാരമുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതിന് പുറമെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു അരയാലിൻ്റെ ശിഖരം തേടി ആ അരയാലിൻ്റെ ശിഖരം കണ്ടെത്തുകയും ആ അരയാലിൻ്റെ ശിഖരത്തിൻ്റെ അടുത്തായി ഇന്നുള്ള മണിത്തറ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് രണ്ടാമത് ഊരാളന്മാരുടെ നേതൃത്വത്തിൽ ഇത് മുഴുവനും വീണ്ടും തിരിച്ച് എല്ലാവർക്കും യാഗോത്സവം നടത്തുന്ന രീതിയിലേക്ക് ആക്കിക്കൊണ്ടുവന്നത്. ഈ ചെളിമൂടി കിടന്നൊരു കാലം എന്ന് പറഞ്ഞല്ലോ, ഈ ചെളിമൂടി കിടന്ന കാലത്ത് ശരിക്കും പറഞ്ഞാൽ അതിനു മുൻപുള്ള കാലത്ത് മണിത്തറ എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുകയും കയ്യാലകൾ കെട്ടുന്നതൊക്കെ മണിത്തറയ്ക്ക് വളരെ താഴെയുമായിട്ടായിരുന്നു, ഒരു കുഴിയിൽ പോലെയായിരുന്നു കയ്യാലകൾ കെട്ടുക. മണിത്തറ വളരെ ഉയർന്നാണിരുന്നത്. പക്ഷെ ഈ ഒരു ഉരുൾപൊട്ടി മുഴുവൻ ചളിയും വന്ന് ആകെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രദേശം ആകെ ഉയർന്ന് മുഴുവനും ചെളിയായി നിന്നു. പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് ആ മണിത്തറ മാത്രം സംരക്ഷിച്ചെടുക്കുകയും തിരുവഞ്ചിറയെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കയ്യാലകൾ താഴേക്ക് കെട്ടാനാകാത്ത രീതിയിൽ ചെളി വന്ന് മൂടിയപ്പോഴാണ് ഇന്ന് കാണുന്ന സ്ഥാനത്ത്, അതായത് മണിത്തറയ്ക്ക് മുകളിലായിട്ട് കയ്യാലകൾ വരാൻ തുടങ്ങിയത്. ഇതൊക്കെ ഒരു പഴമക്കാരൊക്കെ വളരെ രസകരമായി ഒരു ചരിത്രത്തെ കുറിച്ച് പറയാറുണ്ട് അല്ലെ. ചെളി മൂടി കിടക്കുന്ന അവസ്ഥ ഏതാണ്ട് 4 മാസം എടുത്തു അത്രേ. അതിമാനുഷികർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മം, അതായത് ചെളി മൂടി ഏതാണ്ട് വളരെ വലിയ ഉയരത്തിൽ കുന്നുപോലെ ചെളി മാത്രം കാണുവാനാകുന്ന സ്ഥലം മൊത്തം മൂടപ്പെട്ട് കിടന്ന അവസ്ഥയിൽ നിന്ന്
മണിത്തറയുടെ സ്ഥാനം കണ്ടെത്തി അവിടെ മാത്രം മണ്ണ് നീക്കി ഒരു വലിയ പ്രദേശം, അതായത് ഇപ്പം തന്നെ ഒരു 20,000 സ്ക്വയർ ഫീറ്റ് ഏരിയ റീക്ലെയിം ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ അതിലെ ചളിയൊക്കെ മാറ്റി, അപ്പോൾ അവിടെ ഒരു ചെറിയായിട്ട് രൂപപ്പെട്ടു. പുഴ തന്നെ, വാവിലിപ്പുഴ ഒഴുകിക്കൊണ്ടിരുന്നത് 2ആയി പിരിഞ്ഞു. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം നമ്മൾ കൊട്ടിയൂരിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ വാവിലിപ്പുഴ കടന്ന് അക്കരെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടന്നു പോയി കഴിഞ്ഞാൽ പിരിഞ്ഞ് 2ആയി വന്നിരിക്കുന്ന എടവാവിലിയും കടന്ന് എന്നിട്ടാണ് നമ്മൾ തിരുവഞ്ചിറയിലെത്തുന്നത്. അങ്ങനെ 3 വലിയ തോടിൻ്റെ നടുവിലായിട്ടാണ് ഇന്നും സ്വയംഭൂവായിരിക്കുന്ന ശിവലിംഗം സ്ഥിതി ചെയ്യുന്നതും അതിനടുത്ത് ഭഗവതിയുടെ അമ്മാറക്കൽ എന്ന ഒരു സ്ഥാനം ഉണ്ടാവുകയും ചെയ്തത്. ഇതാണ് പഴയകാല ചരിത്രം. ഒക്കെയും പെരുമാളുടെ തീരുമാനമാണ്. സത്യത്തിൽ അത് അങ്ങനെ തന്നെയാണ്. ഉരുൾ പൊട്ടിയതും മണ്ണ് നിറഞ്ഞതും ചെളി നിറഞ്ഞതും ഒക്കെ തൻ്റെ ഭക്തരെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാവണം. അത് മാത്രമല്ല, അങ്ങനൊരു വീണ്ടെടുക്കൽ ഒരു കാലത്ത് സംഭവിച്ചത് കൊണ്ടാണ്. അതായത് ഒരു 100-150 വർഷങ്ങൾക്ക് മുൻപ് കൊട്ടിയൂർ പ്രദേശത്തെ ആ ഒരു ആരാധനാ കേന്ദ്രം മുഴുവൻ ഇല്ലാതെയായപ്പോൾ അത് വീണ്ടെടുക്കണം എന്ന ചിന്ത 150 വർഷങ്ങൾക്ക് മുൻപുള്ള കാരണവന്മാർക്കുണ്ടായപ്പോൾ അവർ ശ്രമിച്ചു. 4 മാസം കൊണ്ട് അത് വീണ്ടെടുത്തു. ആ വീണ്ടെടുത്തതിൻ്റെ ഊർജവും ആത്മവിശ്വാസവും കഠിനമായ പ്രയത്നവുമാണ് ഇന്നും കൊട്ടിയൂരിൻ്റെ ആ ഊരാള കുടുംബങ്ങളെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്ഥാനികരെയും ഒരൊറ്റ മനസ്സോടുകൂടി ചേർത്ത് നിർത്തുന്നത്. കാരണം ഈ മൂർത്തി ഞങ്ങളുടേതാണ്, അല്ലെങ്കിൽ പെരുമാൾ കൊട്ടിയൂർ ദേശത്തിൻ്റെതാണ് എന്ന തോന്നൽ അവരിൽ ശക്തമായി ഉള്ളതുകൊണ്ടാണ് ഓരോ പ്രകൃതിഭാവങ്ങളും ഓരോ തീരുമാനങ്ങളും ഭഗവാന്റെ ഓരോ തീരുമാനങ്ങൾക്കനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുവാനും അനുകൂലമായും പ്രതികൂലമായുമുള്ള സാഹചര്യങ്ങളെയൊക്കെ ഒരേ മനസ്സോടുകൂടി നേരിടുവാനും ഇവർക്കാകുന്നത്.